പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 2 പമ്പുകളാണ്. പടുതാക്കുളങ്ങളായിരിക്കും കൂടുതൽ മീൻകുളങ്ങൾ. അതിലുപയോഗിക്കാൻ വളരെ സ്യൂട്ടബിളാണ്. ചൈന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മുഖം ചൊളിക്കേണ്ട. ചൈനയിൽ നിന്ന് ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനമുണ്ട്. ഇത് ഈ മീൻകുളത്തിലേക്ക് വേസ്റ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന, അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി ഉള്ള 1 ഇയർ സർവീസ് നൽകുന്ന. ഇന്ത്യയിൽ ഇതുപോലെ തന്നെ മറ്റ് പേരുകളിൽ ബ്രാൻഡ് ചെയ്ത്. അപ്പം നിലവിൽ 2.2 ആണ്. കമ്പനി 3 സംതിങ് ആംബിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു 2 പമ്പുകളാണ്. മെയിനായിട്ട് ഒരു 1/2 HP 1 HP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോൺഫിഗറേഷനിൽ പറയുകയാണെങ്കിൽ 1/2 HP 1 HP പമ്പുകൾ. ഇത് ഈ മീൻകുളത്തിലേക്ക് വേസ്റ്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൺസ്ട്രക്ഷനിലുള്ള ABS കൺസ്ട്രക്ഷനിലുള്ള മോഡലാണ്. ഇതിൻ്റെ ഇമ്പലറും സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ കോൺഫിഗറേഷനിൽ ഇത് 1/2 HP 1 HP ആണ്. എന്നാൽ ഇത് ചൈനീസ് ബ്രാൻഡാണ്. ചൈനീസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ പലരും മുഖം ചുളുക്കുമെങ്കിലും ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും സെയിലുള്ള പല പ്രമുഖ ബ്രാൻഡുകളും ഇതേപോലെ ചൈനയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റിക്കറിങ് ചെയ്യുന്ന പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ 1 ഇയർ ഗ്യാരണ്ടി ഉള്ള 1 ഇയർ സർവീസ് നൽകുന്നത്. ഞാൻ ഇത്രയും കുറച്ച് നാളായി ഇത് സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ നേരത്തെ ഒരു ഇന്ത്യൻ മെയ്ഡ് പമ്പായിരുന്നു സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഷോർട്ടേജ് കാര്യങ്ങളായി സ്പെയർസ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ബ്രാൻഡ് മാറിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, നമ്മൾ സാധനങ്ങൾ സൈറ്റിൽ കൊടുത്തു. ഇല്ലേ, ഒരു വർഷത്തിന് മേലെയായിട്ട് നന്നായിട്ട് പല സൈറ്റുകളിൽ ഓടുന്നുണ്ട്. ഇടയ്ക്ക് ഒരു സൈറ്റിൽ കംപ്ലയിൻറ്റ് വന്നു. അത് കണ്ടിന്യൂസ് റൺ. അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. ഈ മോഡലെല്ലാം നിങ്ങൾ മാക്സിമം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കൊടുത്തിട്ട് വേണം അടിക്കാനായിട്ട്. പലരും ഇത് വാങ്ങിച്ചിട്ട് 24 hours റണ്ണിങ് ആണ്. രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഓൺ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും രാത്രിയും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലത്തെ പമ്പുകൾ ആരും പ്രിഫർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ 3 ഫേസ് പമ്പുകൾ വെച്ചിട്ട് കുറച്ചുകൂടെ കണ്ടിന്യൂസ് റേറ്റിംഗ് ഉള്ള പമ്പുകൾ 3 ഫേസ് പമ്പുകളിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള പർപ്പസുകൾക്കൊന്നും ഈ മോട്ടർ എടുക്കാതിരിക്കുക. മാക്സിമം നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഓടിച്ചിട്ട് റെസ്റ്റ് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ മിനിച്ചേട്ടൻ പറഞ്ഞു തരും. ഇതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, ടോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ പോലെ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണെന്ന് പറയാം. സർവീസിൻ്റെ കാര്യത്തിൽ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ രണ്ടിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ മിനിച്ചേട്ടൻ പറഞ്ഞു തരും. ഹലോ സുഹൃത്തുക്കളെ, ഇപ്പോൾ എൽദോസ് പറഞ്ഞ പോലെ 2 ചൈന പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മുഖം ചൊളിക്കേണ്ട. ചൈനയിൽ നിന്ന് ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനമുണ്ട്. ഈ പ്രോഡക്റ്റ് പലതും ഇന്ത്യയിൽ ഇതുപോലെ തന്നെ മറ്റ് പേരുകളിൽ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് വൺ ഷോർട്ടേജ് വരികയും ഒപ്പം തന്നെ നമുക്ക് സപ്ലൈ ചെയ്യേണ്ട ആവശ്യം വന്നുകൊണ്ടാണ് ഒരിക്കലും ഈ ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യൻ ബ്രാൻഡ് സത്യത്തിൽ ഇപ്പോൾ എടുക്കാതായി. അപ്പോൾ രണ്ടും സെയിം ആണെന്ന് പോലെ അതിൻ്റെ പെർഫോമൻസ്, ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളെല്ലാം മറ്റതിനെ അപേക്ഷിച്ച് നമുക്ക് സർവീസും കാര്യങ്ങളും എല്ലാം കൂടുതൽ കിട്ടുന്നത് ഈ ചൈന പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ്. പക്ഷേ ഈ ടോട്ടൽ എന്നുള്ള ഈ ബ്രാൻഡ് നിങ്ങൾ ടൂൾസിൻ്റെ മേഖലയിലും ബാക്കിയുള്ള പല കാര്യങ്ങളിലും കേട്ടിട്ടുണ്ടാവും. അതിലെല്ലാം അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ടൂൾസ് തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ടൂൾസാണ് ഈ ടോട്ടലിൽ വരുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ള ടൂൾസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ ബ്രാൻഡിലാണെങ്കിൽ ഈ 2 പമ്പുകൾ ഉള്ള വേരിയേഷൻ പറയാം. ഇത് 1/2 HP എന്നുള്ള പേരിലും ഇത് 1 HP എന്നുള്ള കോൺഫിഗറേഷനിലുമാണ് വരുന്നത്. അതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് കൺസംഷനിലും ഡിസ്ചാർജിലുമാണ് മെയിനായിട്ട് ഇത് വ്യത്യാസം വരുന്നത്. ഇതിന് 3.4 amps ആണ് കറണ്ട് കൺസംഷൻ കമ്പനി പറയുന്നത്. ഇത് 3.2. പക്ഷേ ഇത് ചൈനയുടെ ഇത് 1 HP ഇത് 1.5 HP ആണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ ഇത് 1/2 HP ഇത് 1 HP ആയിട്ട് മാറും. ഇത് ഔട്ട്പുട്ട് ലോഡ് ചെയ്യുമ്പോഴുള്ള ആംബിയർ വെച്ചിട്ടാണ് അവർ ഇതിൻ്റെ കൺസംഷൻ വാട്ടേജ് പറയുന്നത്. അത് ആണ് വ്യത്യാസം. ഇനി ഇതിൻ്റെ ഡിഫറൻസ് തന്നെ പ്രധാനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ഇഞ്ച് വരെ കണക്ട് ചെയ്യാം. 1.25 1 അത് 2 സ്റ്റെപ്പുണ്ട്. ഇത് 2 ഇഞ്ച് ഡയറക്റ്റ് ഡെലിവറിയാണ്. ഇതിന് റെഡ്യൂസറല്ല. ഇത് 1 ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് കണക്ട്. ഇതിന് ഏകദേശം 13,000 ലിറ്റർ വെള്ളം ഡിസ്ചാർജ് വരുമ്പോൾ ഇതിന് 20,000 ലിറ്റർ വെള്ളം ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ 2 പമ്പിൽ. കറണ്ട് കൺസംഷനിൽ 2 പമ്പും വലിയ ഡിഫറൻസ് ഇല്ല. നമുക്കത് മെഷർ ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അതിന് ചെറുത് പമ്പ്, അതായത് 1/2 HP ഓർ 1 HP, ചൈനക്കാരെ 1 HP, നമ്മുടെ 1/2 HP ചെക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ABS ബോഡിയിൽ നിർമ്മിച്ചു. പടുതാക്കുളങ്ങളായിരിക്കും കൂടുതൽ മീൻകുളങ്ങൾ. അതിലുപയോഗിക്കാൻ വളരെ സ്യൂട്ടബിളാണ്. ഒരു കാരണവശാലും പടുത ഡാമേജ് വരില്ല. അതിൻ്റെ ഓപ്പൺ ഇമ്പലറാണ്. ബേസ് കംപ്ലീറ്റ് ഇതാണ്, ഫ്ലാറ്റാണ്. ഓപ്പൺ ഇമ്പലറായിരിക്കും. അതുകൊണ്ട് കൂടുതൽ സ്ലറി കയറി ഇമ്പലർ ബ്ലോക്ക് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. കംപ്ലീറ്റ് PVC ആയിരിക്കും.
നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് വരുന്നതിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ല, ഈ ബോഡി 1 HP ഈ ബോഡി സ്റ്റീലായിരിക്കും. ശരിക്കും മീൻകുളത്തിൽ മെറ്റലിൻ്റെ ഭാഗം ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും സേഫ്, കാരണം മീനുകൾ തുള്ളി കളിക്കാതിരിക്കും. ഓക്കെ, നമുക്കിത് ചെക്ക് ചെയ്യാം ഇനി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ കറണ്ട് കൺസംഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ടെമ്പററി ആയിട്ട് വയർ കെട്ടി വെച്ചേക്കും കേട്ടോ. ഇനി അത് പലരും കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രോപ്പർ കണക്ഷൻ അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിയാണെന്ന് എനിക്കും അറിയാം, പക്ഷേ ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഓണാക്കാൻ പോവാണ്. റെഡി. അപ്പോൾ നിലവിൽ 2.2 ആണ്. കമ്പനി 3 സംതിങ് ആംബിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.2 ആണ് റീഡ് ചെയ്യാൻ കിട്ടുന്നത്. ഞാനൊന്ന് ലോഡ് ചെയ്ത് നോക്കട്ടെ. ആംബിയർ കുറയുവാണ്. അപ്പോൾ നോ ലോഡിൽ 2.2 ആംബിയറിലാണ് ഇപ്പോൾ ഈ മോട്ടർ 1 ഇഞ്ച് ഡെലിവറിയിൽ വർക്ക് ചെയ്യണത്. പ്രഷർ നിങ്ങൾക്ക് അകലം കാണാൻ പറ്റും. ഇത് 13,000 ലിറ്റർ ഡിസ്ചാർജാണ് ഈ പമ്പിന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത 2 ഇഞ്ച് ഡെലിവറിയുടെ ഡിസ്ചാർജ് നമുക്ക് പരിശോധിക്കാം, അതും അതിൻ്റെ ആംബിയറും പരിശോധിക്കാം. ചെറിയൊരു പ്രശ്നമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരുടെ 2 ഇഞ്ചും നമ്മുടെ 2 ഇഞ്ചും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവനെ ത്രെഡ് ശരിയാണ്, പക്ഷേ കോളറിൻ്റെ വലുപ്പത്തിൽ ഇത്തിരി ലൂസ് വരും. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ സംഭവങ്ങൾ എന്തെങ്കിലും ഇതേപോലെ ആടി. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പം അങ്ങനെ അടുത്തത് 2 ഇഞ്ച്. ആ പൈപ്പേരെ പിടിച്ചോട്ടെ, പൈപ്പ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ റെഡി, നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കുഞ്ഞൻ പമ്പിൻ്റെ അസാധ്യ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരവസ്ഥയാണ്. 2 ഇഞ്ച് ഡെലിവറി. ഇത് 20,000 ലിറ്റർ വെള്ളമാണ് പെർ അവർ ഡിസ്ചാർജ് ഈ പമ്പിന് പറയുന്നത്. ഇതിൻ്റെ ആംബിയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.6. ഞാനിപ്പോൾ ബാക്കിലേക്ക് മാറി. നമ്മുടെ പഴയ ഇതിനു മുമ്പ് ഒരു ലിറ്റിൽ പമ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നല്ല ഡിസ്ചാർജ്, പക്ഷേ വാട്ടേജിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആംബിയർ ആണെങ്കിലും 3.6. ഓക്കെ. അപ്പോൾ ഈ പമ്പുകളുടെ പെർഫോമൻസും കാര്യങ്ങളും കറണ്ട് കൺസപ്ഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ഏകദേശം വില വരുന്നത് ഈ ചെറിയ മോഡലിന് 5,500, വലിയ മോഡലിന് 7,800 ആവറേജ് ഒരു ഏകദേശ പ്രൈസ് റേഞ്ച് വരുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇന്ന് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇമ്പലർ വരുന്ന ഓപ്പൺ ടൈപ്പ് ഇമ്പലറാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് പമ്പൊക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് അതിൻ്റെ ഇമ്പലറൊക്കെ കാണിച്ചിട്ടുണ്ട്. സെയിം ടൈപ്പ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് മീനിൻ്റെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അത്യാവശ്യം ചെറിയ ഇലകൾ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പമ്പ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് വരും. അതേപോലെ നല്ലൊരു എന്താ പറയുക, നല്ല പെർഫോമൻസ് ഉണ്ട്. കറണ്ട് കൺസപ്ഷൻ വിത്തിൻ ദ റേഞ്ച്, അവർ പറയുന്ന വിത്തിൻ ദ റേഞ്ചിൽ വരുന്ന കറണ്ട് കൺസപ്ഷനേ ഉള്ളൂ. ചെറിയ പമ്പിനാണെങ്കിൽ അവർ പറയുന്നതിന് 1 ആംബിയറിന് അടുത്ത് താഴെ എടുക്കുന്നുള്ളൂ, ഫുൾ ലോഡ് കൊടുത്തിട്ട്. നല്ലൊരു പമ്പായിട്ടാണ് തോന്നുന്നത്. അതുപോലെ കൃത്യസമയത്ത് മഴ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പമ്പുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാം. പ്ലസ് അവരുടെ സർവീസും സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നാളെ മാറ്റി പറയേണ്ട വരുമെന്ന് അറിയില്ല. ഇതുവരെയുള്ള അനുഭവം എല്ലാം വളരെ പോസിറ്റീവാണ്. റേറ്റിങ്ങും കാര്യങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.